പോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണേ ഞാൻ ഇപ്പൊ പറയും. ഗൂഗിളിനെ പറ്റി ഇതൊക്കെ എനിക്കറിയാം. ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു ചാലഞ്ച് അല്ല, കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. മറ്റവരോട് മറ്റവരോട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞാൻ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും എല്ലാവർക്കും അറിയാവുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് അറിയാവുന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ അങ്ങോട്ട് തിരി. ഓക്കെ. കാശുള്ളവരും അന്ധരും ഒരുപോലെ കാണുന്നതെന്ത്? കാശുള്ളവരും അന്ധനും ഒരുപോലെ കാണുന്നതെന്ത്? ഇരുട്ട് കാണാൻ പറ്റുമോ? സ്വപ്നം. പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ലേ? അതായത് ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, അതല്ല എൻ്റെ ആൻസർ, പക്ഷെ അത് കറക്റ്റ് ആണ്. അല്ല, അത് കറക്റ്റ് അല്ല. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, വിച്ച് മീൻസ് അതിന് കാലില്ല. പക്ഷെ നിങ്ങൾ കാലില്ലാതെ ഓടുവോ? അതാണ് ഇറ്റ്സ് കുസൃതി ക്വസ്റ്റ്യൻ മാൻ. കാലില്ലാതെ ഓടും പക്ഷെ അല്ല, ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു. എന്താണ് ഓടുന്നത്? ഞാൻ ആൻസർ പറയട്ടെ. നമ്പർ പ്ലേറ്റ്. കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ലേന്നോ? വണ്ടിയിൽ പോവാറുണ്ടോ? വണ്ടിയിൽ പോകുമ്പോ ഓടുവല്ലേ ചെയ്യാ? വണ്ടി ഓടിക്കുവല്ലേ ചെയ്യാ? വണ്ടി നടക്കുവോ? കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ലേ? കാലില്ലാതെ ഇങ്ങനെ നടക്കുന്നേ? ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല മിസ്റ്റർ. ഓക്കെ, സ്കിപ്പ്. ഓക്കെ, എന്നാ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. സ്റ്റോറേജ് ഇല്ലാത്ത മേശയോ? സ്റ്റോറേജ് ഇല്ലാത്ത മേശയോ? അല്ലെങ്കിൽ അത് ഒരു ക്ലൂ കൂടെ തരാം. ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കാലില്ലാത്ത മേശ. സ്റ്റോറേജും കാലും ഇല്ലാത്ത മേശ. തമാശ. അത് മാശയാണ്. ടൈം ടേബിൾ. ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഞാൻ കൂടെ ഇല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് നടന്നു നോക്കൂടെ? ടിക്കറ്റ് വേണ്ടല്ലോ, നടന്നു പോയാൽ. കാല് ലോജിക്ക് കൊണ്ടുവരരുത്. ഇത് ക്വസ്റ്റ്യൻ ആണ്. എന്തുവാ ഇത്? ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. എന്റെ ആൻസർ ആയിട്ട് വരും മിക്കവാറും എന്നെ ട്രോളും. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ല. യാത്ര ചെയ്യാൻ അനുവാദമില്ല. ലോങ് ട്രാവൽ. ബസ്സിൽ പോകാൻ പറ്റത്തില്ല. ബസ്സിൽ പോവാം. പാസ്പോർട്ട് അല്ല, എന്ത് വണ്ടിയിലും പോവാം. ലോങ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ആണോ? ടയർ അല്ലാതെ ബസ്സിൽ പോവല്ലേ? എന്താ പറയുന്നേ? ഞാൻ നമ്പർ പ്ലേറ്റ് തന്നെയാ. നമ്പർ പ്ലേറ്റ്
ഞാൻ പറയൂ ലോങ് ഡിസ്റ്റൻസ് അയ്യോ സൈക്കിൾ ഹിമാലയത്തിൽ പോണെന്ന് കണ്ടിട്ടില്ലേ? നീ പോവോ? ഞാൻ പോണ്ട. പോകുന്നവരുണ്ടോ? നിങ്ങൾക്ക് എന്നാ പറഞ്ഞ കണ്ടവർക്കെന്നല്ലയോ നിങ്ങൾക്ക് വീണാലേ നാല് കാര്യം വീടെടുത്ത് വീഴുക. നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കെന്നല്ലേ പറഞ്ഞേ. ഇങ്ങനെ ക്വസ്റ്റിനകത്ത് നിനക്കെന്നാ. ഈ ഒരു ഇതില് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഹിമാലയത്തിലോട്ട് പോണം. അതെ, നിങ്ങൾ പോണെന്നാണ് എന്റെ അഭിപ്രായം. പോണെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, ഇതിലും വേറെ സന്യസിക്കാൻ പോകുന്നത്. ഓക്കെ. മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി. ഇലക്ട്രിസിറ്റി. കറക്റ്റാ. 2 പോയിന്റ്. മേക്കപ്പ് ഇടാത്ത മുഖം. മേക്കപ്പ് ഇടാത്ത മുഖം. ഫേസ്ബുക്ക്. ഫേസ്ബുക്ക്. ഫേസ് മേക്കപ്പ് ഇടുന്നില്ലല്ലോ. Can I accept that? മേക്കപ്പ് ഇടാത്ത മുഖം. മുഖം. ഷൺമുഖം. ഇതിലും വേറെ എന്റെ ഫേസ്ബുക്ക് അല്ലായിരുന്നു. അതെന്താ ഷൺമുഖത്തിന് മേക്കപ്പ് ഇട്ടാ കുഴപ്പം? എന്ത് മുഖം? ഫേസ്. ഫേസ് എന്നപ്പോ ഉത്തരം പറഞ്ഞു. Tick tick one. ഫേസ്. അല്ല ഇത്ര ഫേസ്. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ്. മുഖം. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5. തുറമുഖം. എന്താ? എടോ, ഇതാണ് ഫണ്ണി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കോമഡി തന്നെ. കാണുന്ന നിങ്ങൾ പറ അല്ലേ? കമന്റ് ബിലോ. കമന്റ് ബിലോ. ഫണ്ണിയാണോ അല്ലേ? തമിഴ്നാട്ടിലെ പ്രശസ്തമായ ആർ. 6 ആർ. 6 ഉം. 3 6 ഇതിന് തനിക്ക് ചിരിക്കാനില്ലേ? ഇതൊക്കെ തമിഴ്നാട്ടിലാണല്ലോ. അല്ല അതല്ല കേരളത്തിലല്ലേ? ഞാൻ എന്തേലും പറഞ്ഞ അപ്പ ചളി. ഇതൊക്കെ പക്ഷെ നിങ്ങൾ ചിരിച്ചോ ചളിക്ക്? ആൻസർ പറ. ആൻസർ പറ. തമിഴ്നാട്ടിൽ ഓടുന്ന 6. തമിഴ്നാട്ടിലുള്ള 6. MGR. ശരിക്കും എന്തായാലും എനിക്ക് 3 പോയിന്റ്. 3-2. ഒരു കാര്യം പറയട്ടെ, ചോദ്യത്തില് ലോജിക്ക് കണ്ടുപിടിക്കണം. അതെ, ക്വസ്റ്റ്യൻ ആണോ? അപ്പൊ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡേ പ്രതീക്ഷിക്കാവുള്ളൂ. MGR. കൊള്ളാം. അടുക്കളയിൽ കാണുന്ന 3 രോഗങ്ങൾ. ഷുഗർ 1. ഓക്കെ. എനിക്ക് 1/2 മാർക്ക് തരൂ. ഇല്ല, 3 വേണമെന്നല്ല മാർക്കുള്ളൂ. അസിഡിറ്റി. അസിഡിറ്റിയോ? അതെവിടെ? ഞാൻ വരാം. വാ, അടുക്കളയിൽ വാ. ഒന്ന് കണ്ടുപിടിച്ചതാ. ഗ്യാസ്. സ്വർക്ക ഗ്യാസ്. അതന്നെ അങ്ങനെ. ഗ്യാസ്. ഞാൻ 2 പറഞ്ഞേ. അപ്പൊ എനിക്ക് കൂടുതൽ തരണം. ബാക്കി 2 നീ പറ. ഒരെണ്ണം കൂടെ അല്ലേ ഉള്ളൂ? നീ 2 പറ. ഷുഗർ, ഗ്യാസ്, കൊളസ്ട്രോൾ. ഡ്രസ്സോ? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ അതെന്ത് സാധന? ഞാൻ ചിന്തിക്കട്ടെ. ഗ്യാസും പിന്നെന്താ ഉള്ളേ? ക്ലൂ. ഇത്രയും നേരം ക്ലൂ ഒന്നും ചോദിച്ചില്ലല്ലോ. നോ ക്ലൂ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആണോ? ആരാ പറഞ്ഞേ? അത് ഞാൻ പറയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പഴാണോ പറഞ്ഞേ? ഞാൻ പറയില്ല. അതൊന്നും പറ. ഇപ്പഴാണോ പറഞ്ഞെന്ന് പറയ്. നോ നോ നോ. ഷോ. ഷുഗർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇതൊന്നും അസുഖമല്ലല്ലോ അല്ലേ? സുർക്കയോ?
സോഡിയം കുറവ് കിട്ടട്ടെ വയറ് ദൈവമേ എന്താ ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 കഴിഞ്ഞു, സമയം കഴിഞ്ഞു. എന്താ? ഷുഗർ, ഗ്യാസ്, പ്രഷർ. പ്രഷർ പ്രഷർ കുക്കർ. നീ പറഞ്ഞായിരുന്നു. എന്നാ പിന്നെ ഉത്തരം അത് ഉത്തരം ഞാൻ പറയണം. കോൺഫിഡന്റ് ആയിട്ട് പറയണം. അപ്പൊ ഇതിന് That's എനിക്ക് for പോയിന്റ്. ഉത്തരം. എനിക്ക് പോയിന്റ് വേണം. ഇല്ല. ഞാൻ 2 എണ്ണം പറഞ്ഞില്ലേ? നിങ്ങൾ പറയും. ഞാൻ 2 എണ്ണം പറഞ്ഞപ്പോ എനിക്ക് പോയിന്റ് തരണ്ടേ? 2.5 1 അല്ല 3.5 3.5 2 രണ്ടുണ്ടോ? രണ്ടുണ്ട് ഇല്ലേ? എനിക്ക് എന്റെ ഓർമ്മയില്ല. നട്ടാൽ മുളയ്ക്കാത്ത പയർ. അമ്പയർ. അവൾ കുറച്ചും പോലും കേട്ടില്ല. അപ്പൊ 4.5 ഭയങ്കര വീരവാദമൊക്കെ. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഭയങ്കര ബുദ്ധിയാണ്. മരിയ പറഞ്ഞു വിട്ടതാ. ജയിക്കാൻ പറ്റത്തില്ല. ബനാന പോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കണേ ഞാൻ ഇപ്പൊ പറയും. ഗൂഗിളിനെ പറ്റി ഇതൊക്കെ എനിക്കറിയാം. എനിക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പറ്റില്ല. മനസ്സിലാവുന്നു. ഞാൻ ഓക്കെ, നിനക്കുള്ളത് ഞാൻ തരാം. 4 2 ഞാൻ അവളുടെ സ്റ്റാൻഡേർഡിലോട്ട് ഇറങ്ങാൻ പോവാ. ഉറുമ്പിന്റെ അപ്പന്റെ പേര്. ഇതാണ് എന്റെ വേ ഓഫ് ഒരു തിങ്കിങ്. അതെ, കഴിക്കാൻ പറ്റുന്ന ആന. ഓക്കെ ഓക്കെ, ഇതിന്റെ ആൻസർ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ പറയണം. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ്? അപകടം. പഠിച്ചു വെച്ച് വന്നേക്കാ. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് അതിനുള്ള ബുദ്ധിയില്ലേ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയായിരുന്നു. എന്തായാലും ആൻ്റപ്പനും ഒന്നും എനിക്കറിയത്തില്ല. എനിക്കിപ്പം 5.5. നിനക്ക് എത്രയും 4. ലോകത്ത് എല്ലായിടത്തും ഉള്ള പനി. പനിയോ? എല്ലായിടത്തും ഉള്ള പനി. ഇത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട് ഈ പനി. കൊറോണ ഒന്നും പറയല്ലേ. പനി, ഫീവർ, കമ്പനി. ഓ അത് ശരിക്കും കൊള്ളായിരുന്നു. അതല്ലേ ഉത്തരം. അതന്നെ, പക്ഷെ അത് കൊള്ളാട്ടോ. സെറ്റല്ലേ? കമ്പനി. അത് നൈസ്. ഉണർന്നു ഞാൻ. 5 5.5. ഇനി ആരും ഇഷ്ടപ്പെടാത്ത ദേശം. ഉപദേശം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കേൾക്കണം. വലുതാകുമ്പോൾ പേര് മാറുന്ന കായ. കായയോ? വലുതാവുമ്പോ പേര് മാറുന്ന കായ. ഇതിനൊരു സിമ്പിൾ ക്ലൂ ഉണ്ട്. അത് തന്നാൽ നിങ്ങൾ എപ്പോ പറയും, പക്ഷെ ഞാൻ പറയില്ല. അത് ശരി. കായ, മാങ്ങ. കുഞ്ഞിമാങ്ങ, കണ്ണിമാങ്ങ, മാങ്ങയാവും. ദേവി നിങ്ങൾ ആടില് കുഞ്ഞിമാങ്ങ എന്നിട്ട് വിളിക്കും. നമ്മള് കണ്ണിമാങ്ങ. ഇത് വലുതായാൽ മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. ആണോ? അതൊന്നും പറഞ്ഞില്ലല്ലോ. തേങ്ങ. തേങ്ങ കുഞ്ഞായിരിക്കും, വെള്ളക്കാന്നല്ലേ പറയാ. കറക്റ്റാ, ഞാൻ തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വരുവാ. നിങ്ങൾ എന്താ കുഴപ്പം? നിങ്ങൾ വെള്ളക്ക എടുത്ത് തിന്നുവോ? തിന്നാൻ പറ്റുന്നു പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. അതിപ്പല്ലേ പറഞ്ഞേ? ഞാൻ ചിന്തിച്ചപ്പോ പറഞ്ഞില്ല. ക്വസ്റ്റ്യനില് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ചാ ചിന്തിച്ചേ. പോട്ടെ വീട്. ഞാൻ എന്റെ മറ്റേ എന്താ പറയാ, ഫോക്കസ് ചെയ്യാനുള്ള പവർ പോയി. കടയിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം. ട്രാഫിക് ജാം. ഞാൻ ആദ്യം പറഞ്ഞു. പറഞ്ഞിട്ടാണ് നീ
ഫൈൻ. അപ്പൊ എത്ര നിനക്ക്? 6.5. 6. ഓക്കെ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ടെങ്കിൽ ഇല്ല. ഒന്ന് കോൺസെൻട്രേഷൻ ഞാൻ പറയട്ടെ, വീഡിയോ ലെങ്ത് ആയി പോകും. സാറില്ല, അവര് കണ്ടോളും. അതെ, അല്ല ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ പാട്ട് പറയട്ടെ. അപ്പൊ ഷെബിയൊക്കെ വരുമല്ലോ, അപ്പൊ എന്തെങ്കിലും കൂടെ നടക്കും. ശരിയാ. അപ്പൊ തൽക്കാലം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ സോ ദ വിന്നർ ഈസ് മിസ് പ്രജിത ചാക്കോ. Okay, അപ്പൊ എന്നെ കീഴ്പ്പെടുത്തി ഗൈസ്. 5.5. ഓക്കെ, 6.5 ഓക്കെ, സോറി മൈ മിസ്റ്റേക്ക്. 6.5. അപ്പോൾ ഇതിന്റെ പാട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഫണ്ണി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കമന്റ്. അപ്പൊ നമുക്ക് അറിയാത്ത ആൻസർ ആണെന്നുണ്ടെങ്കിലോ അത് കമന്റ് ബിലോ വേണ്ട. അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.